സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ നമ്മൾ 16-ാമത്തെ ദശകം പിന്നിട്ടു എന്ന് പറയാം. ദക്ഷയാഗം കഥയാണ് മുമ്പേ പറഞ്ഞു തീർത്തത്. അപ്പോൾ എന്താണ് അതിലത്തെ സന്ദേശം എന്ന് പറയുണ്ടായി? ശിവൻ, വിഷ്ണു, ദേവി അല്ലെങ്കിൽ വേറൊന്ന് എന്തോ ആയിക്കോട്ടെ, ആ ഭേദബുദ്ധി നമ്മുടെ ഉള്ളിലുണ്ടാവരുത്. ഒക്കെ പല ഭക്തികൾ പല കാരണങ്ങളെ കൊണ്ട് പലപ്പോഴും ഉണ്ടാവുന്നു, അതിൽ മാറ്റം വരുന്നു, വളരുന്നു, രൂപാന്തരങ്ങൾ നമ്മുടെ ഈ ഭക്തിക്ക് ഉണ്ടാവുന്നതാണ്. തുടക്കം മിക്കവാറും മീതുള്ളവർ തൊഴുകാൻ പറഞ്ഞു, അവിടെ തൊഴുതോളൂ കേട്ടോ, കുട്ടി അയ്യപ്പനാണ്, ഓ തൊഴുതു, വേറൊന്നാണ്, അവിടെ തൊഴുതോളൂ, അവിടെ തൊഴുതു. അങ്ങനെ ഒരു വിധത്തിലാവും. പ്രത്യേകിച്ചൊരു ആശയമോ അതിനെക്കുറിച്ചൊരു ബോധമൊന്നും ഉണ്ടാവാത്തൊരു ഭക്തി. കുറച്ചും കൂടി ഇങ്ങനെ കഴിയണ സമയത്താവും ചിലപ്പോൾ ഗീതയോ ഭാഗവതോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വായിക്കുക. അപ്പോൾ അത് വിഷ്ണുവും കൃഷ്ണനിലും ഒരു ഭക്തി അധികം. എനിക്ക് ഗുരുവായൂരപ്പനാണ് കേട്ടോ പ്രധാനം. ചിലക്ക് ലളിതാസഹസ്രനാമം ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നും ദേവിയുടെ ഒരു സുഖം വേറെ തന്നെയാണ്. ഞാൻ ലളിതാസഹസ്രനാമം മുടങ്ങാതെ ചെല്ലാറുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഭക്തിയിലേക്ക് പിന്നെ വരും. ആ സ്റ്റേജിൽ ഉണ്ടാവുന്ന ഒരു അപകടമാണ് ഇവിടെ ശരിക്കും ഈ കഥയെ കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും ഒന്നിൽ താല്പര്യം വന്നു എന്ന് വിചാരിച്ചിട്ട് അത് മാത്രം മതി എന്നുള്ളൊരു തോന്നൽ തെറ്റാണ്. ഏകദൈവ വിശ്വാസത്തിൽ നമ്മുടെ പ്രമാണത്തിന് ശരിക്കും യോജിക്കണതല്ല. പല അയ്യപ്പനെ ഉപാസിക്കണം വേണ്ടേ, മണ്ഡലകാലം വരണു, മാലിയിടണു, ശബരിമലയ്ക്ക് പോകണു, സ്ത്രീകൾക്കും കൂടി ഇപ്പോൾ അവിടെ പോകണം എന്നാണ് പലർക്കും ഉള്ളത്. ശരിയോ തെറ്റോടേക്കൊന്നും ഞാൻ കിടക്കണില്ല. എന്തായാലും അയ്യപ്പനോട് ആർക്കും കുറവില്ല എന്ന് പറഞ്ഞതാണ് ഭക്തിക്ക്, ആർക്കും കുറവില്ല. അപ്പോൾ എല്ലാം വേണം എന്നുള്ളതിന് തന്നെയാണ് മുൻതൂക്കം കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ നമുക്കൊരു വിശേഷമായിട്ടൊരു ദേവനിലധികം വരാം. ചിലക്ക് വിഷ്ണുവാണ്, കൃഷ്ണനാണ്, ഭാഗവതമാണ്, സപ്താഹമാണ്, വിഷ്ണു സഹസ്രനാമമാണ്, ചിലക്ക് ദേവിയാണ്. അങ്ങനെ വരാം. അങ്ങനെ വരുമ്പോഴും നമ്മൾ എന്തു വേണം? ആ രണ്ടാമത്തെ ഘട്ടത്തിൽ തെറ്റ് വരുത്തരുത്. അത് മാത്രം മതി. ഞാൻ അയ്യപ്പൻ്റെ അവിടേക്കും പോയില്ല, ദേവിയുടെ അവിടേക്കും ഒക്കെ കൃഷ്ണനെല്ലാം അതൊരു ചെറിയൊരു അബദ്ധമാണ് എന്ന് തോന്നുന്നു. ചെയ്തുകൂടാ. ഭഗവത് സേവ നമ്മൾ വീട്ടിൽ ചെയ്യണ്ടേ? നമ്മൾ കൃഷ്ണഭക്തന്മാർ എന്ത് ഭക്തന്മാരും ആയിക്കോട്ടെ ഭഗവത് സേവ ചെയ്യണ്ടേ? കൊല്ലത്തിലൊരു ഭഗവത് സേവയൊക്കെ വീട്ടിൽ ചെയ്യണം എന്നാണ് കാരണവന്മാർ പറഞ്ഞ് കേൾക്കണത്. നിങ്ങളെന്ത് ഭക്തനായാലും ദേവിയുടെ പ്രാധാന്യം പോകുന്നില്ല. ഉണ്ടോ? ഒരു ഗണപതി ഹോമം എന്തിനാ ചീട്ടാക്കണം? ഞാൻ കൃഷ്ണഭക്തനാണ്. അപ്പം അതിന് അതിൻ്റേതായൊരു പ്രാധാന്യമുണ്ട് എന്ന് രണ്ടാമത്തെ ഘട്ടത്തിൽ ഏകദൈവ വിശ്വാസത്തിലേക്ക് അധികം വരുമ്പോൾ മറ്റുള്ളതിനെ വിസ്മരിക്കപ്പെടുക എന്ന അബദ്ധം അതിവിടെ വേണ്ട. അതും ഇതും ഒക്കെ ഒന്ന് തന്നെയാണ്. ഏകദൈവം ബഹുദൈവം അങ്ങനെ രണ്ട് കൺസെപ്റ്റ് ഒന്നുമില്ല. അതാദ്യം മാറ്റിക്കളയുക. നാനാത്വത്തിൽ ഏകത്വം, ഏകത്വത്തിൽ നാനാത്വം കാണാൻ കഴിഞ്ഞാൽ അതിൽ പരം ഒരു അദ്വൈത സിദ്ധാന്തമില്ല. പിന്നെ അവിടെ ഏകദൈവം എവിടെ, ബഹുദൈവം എവിടെ? അങ്ങനെ രണ്ട് കൺസെപ്റ്റ് തന്നെ ഇല്ല. എല്ലാറ്റിലും തൊഴുതിട്ട് ഏകത്തിലേക്ക് വരികയാണ്. ഒക്കെ ഒന്ന് തന്നെയാണ്. ഒന്നിൽ തൊഴുതിട്ടോ അതെല്ലാതും ആണ് എന്ന് കാണുക. കൃഷ്ണൻ തന്നെയാണ് അയ്യപ്പൻ, കൃഷ്ണൻ തന്നെയാണ് ദേവി, കൃഷ്ണൻ തന്നെയാണ് ശിവൻ, ശിവൻ തന്നെയാണ് തിരിച്ചു ആയാലും എന്താ അവിടെ ഏകദൈവം ബഹുദൈവത്തിന് പ്രസക്തിയുള്ളത്? അപ്പോൾ ആ ഒരു പരമപ്രധാനമായിട്ടുള്ള തത്വം കാത്തയിലല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. കാത്ത അവിടെ നിൽക്കും. അതൊന്നും നമ്മൾ പഠിക്കേണ്ടത് പഠിക്കുക എന്നുള്ളതാണ്. ഏതായാലും അത്തരത്തിലുള്ള ശുദ്ധഭക്തിയും ഭേദബുദ്ധിയും ഒന്നും ഇല്ലാത്ത ഭക്തി അതൊക്കെ ഇപ്പോൾ ഈ ലോകത്തിലുണ്ടാവുമോ?
പറയുക എന്നല്ലാതെ എന്നാണെങ്കിൽ ഉണ്ടാവും. അതിനാണ് ഈ കഥകളൊക്കെ നമ്മൾ കേൾക്കണത്. ഇപ്പോൾ ദക്ഷിണാഗം കഥ കേട്ട ഒരാൾക്ക് ഏകദൈവമാണോ ബഹുദൈവമാണോ ശരി എന്നൊരു സംശയം ഉണ്ടാവില്ല. അവൻ എല്ലാറ്റിനെയും തൊഴുകണു. ഒരു വിളക്കം അവിടെ കണ്ടു കഴിഞ്ഞാൽ തൊഴുതുകൊണ്ട് എന്താ തെറ്റ്? താൻ ഉപാസിക്കുന്ന ദൈവം തന്നെയാണത് എന്നുള്ളത് അതിനാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനാണ് ഈ കഥകൾ. അതൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും. നമുക്കങ്ങനെ ആവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ധ്രുവൻ്റെ കഥ. ശുദ്ധമായിട്ടുള്ള ഭക്തിയാണ്. ഈ കഥകളൊക്കെ തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ചിലർ പറയുക. ഒരു കഥ അടുത്ത കഥ ഇൻഡിപെൻഡൻ്റ് അല്ല, അതുമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് ഉത്താനപാ 17ാമത്തെ ദശകം. ഉത്താനപാദ നൃപതേർ മനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിർനിതരാമഭീഷ്ടാം അന്യാസ്വിനീതിരിതി ഭർതൃ അനാദൃദാസ താമേവ നിത്യമഗതി ശരണംഗതാഭൂത്. ഇവിടെ നല്ല ഭക്തിയുള്ള ആളായിരുന്നു ധ്രുവൻ. ഭേദബുദ്ധിയോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കാൻ ഉത്താനപാദ രാജാവ് മനുവിൻ്റെ പുത്രനാണ്. അദ്ദേഹത്തിന് ഉത്താനപാദൻ, പ്രിയവ്രതൻ എന്നിങ്ങനെ 2 ആൺമക്കളും ദേവകൂതി, ആഹൂതി, പ്രസൂതി എന്നീ 3 പെൺമക്കളും ഉണ്ട് എന്ന് പറയുണ്ടായി. 5 മക്കൾ, 3 + 2, 3 പെൺമക്കളും 2 ആൺമക്കളും. അപ്പം മനുവിൻ്റെ പുത്രനാണ് ആര്? ഉത്താനപാദൻ. ആ ഉത്താനപാദൻ നൃപതേർ മനുനന്ദനസ്യ, ഒറ്റ വരിയിൽ മനുവിൻ്റെ പുത്രനാണ് ഉത്താനപാദൻ എന്ന് സൂചിപ്പിച്ചു. 2 പത്നിമാരുണ്ടായിരുന്നു. ജായ, പത്നിമാർ. ബഭൂവ, ഉണ്ടായി. സുരുചിർ നിതരാം അഭീഷ്ട അന്യാസുനീതിരിതി. അത് സുരുചി എന്നും സുനീതി എന്നും പേരാണ് 2 പത്നിമാർക്ക്. അപ്പോൾ സുരുചിർ നിതരാം അഭീഷ്ട, സുരുചി കൂടുതലും ഇഷ്ടപ്പെട്ടവളായി തീർന്നു. എപ്പോഴും അഭീഷ്ട നൽകുന്നവൾ, അഭീഷ്ടം എന്ന സുരുചി ഭാര്യ ഏറ്റവും ഇഷ്ടപ്പെട്ടവളായിട്ട് തീർന്നു. അന്യ സുനീതി, മറ്റു പത്നിയായിട്ടുള്ള സുനീതിയോ ഭർതൃ അനാദൃത, ഭർത്താവിനാൽ അനാദരിക്കപ്പെട്ടു. ത്യായ ബഭൂവ സുരുചിർ നിതരാം അഭീഷ്ട. 2 തരത്തിലുള്ള 2 പത്നിമാരുണ്ടായി. അതിൽ സുരുചിർ നിതരാം അഭീഷ്ട, സുരുചി വളരെ ഇഷ്ടമുള്ളവളായിട്ടും അന്യ സുനീതി, മറ്റവളാവട്ടെ സുനീതി ഭർതൃ അനാദൃത, ഭർത്താവിനാൽ അനാദരിക്കപ്പെട്ടു ചെയ്തു. അങ്ങനെ 2 പത്നിമാരാണ് ഉത്താനപാദ രാജാവിന് ഉണ്ടായത്. ഭർത്താവിനാൽ അനാദരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ത്രീക്കും അസഹനീയമായ ഒരവസ്ഥയാണ് അല്ലേ? ഭർത്താവിനാൽ സ്നേഹിക്കപ്പെടുക, ആദരിക്കപ്പെടുക എന്നൊക്കെയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത്. തിരിച്ചും അതെ, തൻ്റെ ഭാര്യ നന്നായിട്ട് തന്നെ പറയണമെന്ന് ഏതൊരു പുരുഷനായില്ലാണ്ടിരിക്കാം. പക്ഷേ സുരുചി ആ വക സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിച്ചു. സാ ത്വാമേവ നിത്യം അഗതി ശരണംഗതോൾ. അഗതി സാ, അഗതിയായിട്ടാണ് അവൾ. അപ്പോൾ അഗതിയായി ഇല്ലേ? ഭർത്താവിനെ അനാദരിക്കപ്പെട്ടാൽ പിന്നെ അഗതിയാണ്, ഗതിയില്ലാത്തവളായി തീർന്നു. അഗതി സാ, അഗതിയായിരിക്കുന്ന അവൾ, വേറെ വഴിയൊന്നും ഇല്ലാത്തതായിരിക്കുന്ന അവൾ എന്ത് ചെയ്തു? ത്വാമേവ നിത്യം ശരണംഗതോഭൂത്. എല്ലാവർക്കും അനാഥരായിട്ടുള്ളവർക്ക് നാഥനാണല്ലോ ഭഗവാൻ. ശരണംഗതഭൂത്, സർവേശ്വര അങ്ങേ സർവാത്മന അവൾ ആശ്രയിച്ച് ആശ്വാസം കണ്ടെത്തി. ഈ പ്രപഞ്ചത്തിലത്തെ ദുഃഖങ്ങൾക്കൊക്കെ നമുക്ക് അവധി കൊടുക്കുക എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ദൈവവിശ്വാസം. എത്ര ശൂരനായിക്കോട്ടെ, എത്ര ധീരനായിക്കോട്ടെ, അവനും ചില പരാജയങ്ങൾ ഈ ലോകത്തിലുണ്ടാവും. നമ്മളെപ്പോഴും ഈ കഥയിൽ കൂടെ പോണതിന് പകരം അത് കൂടാതെ അതിൻ്റെ ഒപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട തത്വങ്ങൾ അതിൽ കൂടെ പോകണം എന്നാണ്. എപ്പോഴാണ് നമുക്ക് ആ കഥ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ. കഥ കേട്ടാൽ ഭക്തി ഉണ്ടാവും, പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരുത്തലുകൾ ഉണ്ടാവണമെങ്കിലോ അതിൻ്റെ ആന്തര തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ട വശങ്ങളും കൂടി എടുത്തിട്ട് കേൾക്കണം എന്നാണ്.
ജീവിതത്തിൽ എത്ര ശക്തനായാലും അവന് പരാജയം ഉണ്ടാവും. കാരണം അവൻ്റെ ശക്തിയുടെ പിന്നിലൊരു പ്രേരണ ഉണ്ടാവും. അത് ഫെയിലായാൽ അവനൊക്കെ പോയി. ചിലപ്പോൾ അതൊരു സ്ത്രീ ആയിരിക്കാം, ചിലക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചാലാവാം, എന്തോ ആയിക്കോട്ടെ. അത് ഡോക്ടർ പറഞ്ഞു ഇനി മേലെ അത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ്റെ പരാജയമാണ്. പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ലോകത്തിൽ. അതെന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പ്രേരണ ഘടകം കൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ഏത് വിജയം നേടിയാലും അതിനൊക്കെ അറ്റമുണ്ട്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അശക്തരാകും. ആരോഗ്യം എല്ലാവരെയും ബാധിക്കണതാണ്, ഒരാൾക്ക് വൃത്തിയില്ല. അതാണ് പോയി എന്ന് വയ്ക്കുക. എന്താവും കഥ? അനങ്ങിയ വേദന, തിരിഞ്ഞ വേദന, മറിഞ്ഞ വേദന, ഈ പറയണ പോലെയൊന്നുമല്ല. കഴിഞ്ഞില്ലേ കഥ? വലിയ ഡിപ്രഷനിൽ പോകുന്ന ആളുകളുണ്ട്. എൻ്റെ ആരോഗ്യം, എൻ്റെ കഥയൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് ഈ ജീവിതത്തിൽ യാതൊന്നും സന്തോഷം എന്നുള്ളതില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് അഗതി അല്ലെങ്കിൽ അനാഥ. നമുക്ക് ആകെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് എൻ്റെ ദേഹമായിരുന്നു. അപ്പം അങ്ങനെയുള്ളതിന് എന്തെങ്കിലും കോട്ടം തട്ടിയാൽ പിന്നെ എന്താണ് ശരണം? ത്വാമേവ നിത്യം ശരണം ഗതാഭൂത്. അഗതികളായിട്ടുള്ള അല്ലെങ്കിൽ അനാഥകളായിട്ടുള്ള നമുക്ക് എന്താണ് ആശ്രയം? അതാണ് നഷ്ടപ്പെട്ടാൽ നിരാശയായിരിക്കും അധികം ആൾക്കാർക്കും ഉണ്ടാവുക. അത് വേണ്ട എന്നാണ് സന്ദേശം. വിനീതി ചെയ്തു എന്ന് മാത്രമല്ല, നമുക്കുള്ള സന്ദേശമാണ് തരണത്. ഒന്നും വിഷമിക്കേണ്ട. നിങ്ങളുടെ എന്തൊക്കെ പ്രേരണാഘടകം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയാലും ഒന്നും പോവില്ലല്ലോ. അത് ഉറപ്പുണ്ടാവുക. എൻ്റെ ഭാഗവതം എന്നിൽ നിന്ന് പോവാത്തിടത്തോളം കാലം ഒന്നിനും എന്നെ തകർക്കാൻ പറ്റില്ല, ആർക്കും എന്നെ നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ല, ഞാൻ നിരാശപ്പെട്ടില്ല. ആ ഒരു ഉറപ്പ് നമുക്കാണ്ടുണ്ടായാൽ ഇത്ര വലിയൊരു ആശ്വാസമാണത്. സർവേശ്വരനായിട്ടുള്ള ഭഗവാന്റെ പാദപത്മത്തിൽ ഭക്തി ഉണ്ടായിട്ടല്ലേ കഠിനമായിട്ടുള്ള വാദരോഗത്തു നിന്നല്ലേ എന്ന് നമ്മൾ വായിക്കണം. നാരായണി എഴുതിയ ആളടക്കം എങ്ങനെയാണ് ആശ്വാസം കണ്ടെത്തിയെന്ന് മാത്രമല്ല അവസാനം അത് മാറ്റി കൊടുക്കുകയും ചെയ്തില്ലേ ഭഗവാൻ. അപ്പം ആ വിശ്വാസം ഉറച്ചതായ തീർച്ചയായിട്ടും അതിൻ്റെ ബലം അങ്ങനെ തന്നെ ആയിരിക്കും. താമേവ നിത്യമഗതി ശരണംഗതാഭൂട്. പണ്ടൊരാൾ പറഞ്ഞു, വലിയ ഭാഗ്യവാനായിരുന്നു, ധാരാളം വീട്ടിൽ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കള്ളം കടന്നു വീട്ടിൽ. അപ്പോൾ ഒരാൾ ഓടിയിട്ട് ഇയാൾ എവിടെ ഉള്ളതെന്ന് അറിയാം. അവിടെ പോയിട്ട് അയ്യോ അങ്ങയുടെ വീട്ടിൽ കള്ളം കടന്നു കേട്ടോ, സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. ഇയാൾ ഉടുത്ത വഴിക്ക് പറഞ്ഞു, എൻ്റെ ഉത്രത്തിൽ കാലം ആരും കൊണ്ടുപോയില്ലല്ലോ. ഉത്രത്തിൽ കാലം അത്ര വിശേഷപ്പെട്ട നക്ഷത്രം അത്രേ. അയാളെങ്ങനെ ദരിദ്രനായിട്ടും വല്ലാതെ കുചേലനായിട്ട് ജനിച്ചാലും കുറച്ച് കഴിയുമ്പോഴേക്ക് അയാളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടി അയാൾ കുബേരനാവുന്നതാണ്. ഉത്രത്താൽക്കാലിൻ്റെ ജ്യോതിപ്രകാശമുള്ള ഒരു ഫലമാണ് പറയുക. അങ്ങനെ ആവണം. ഇവിടെ ഉത്രത്തിൽക്കാലല്ല ഉദ്ദേശിച്ചത്, ഭഗവത് ഭക്തി ഉണ്ടാവുക. ആരെന്ത് കാണിച്ചാൽ എന്നെ കൊണ്ടേക്കോട്ടെ, എന്നുള്ളതെല്ലാം നഷ്ടപ്പെട്ടോട്ടെ, ഞാൻ അനാഥനായിക്കോട്ടെ, ദരിദ്രനായിക്കോട്ടെ, ഒന്നും എനിക്ക് പ്രശ്നമില്ല, എൻ്റെ ഈശ്വരഭക്തി എന്നിൽ നിന്ന് എടുക്കരുതേ ഭഗവാനെ. അതുണ്ടെങ്കിൽ എനിക്കൊരു ഏത് വിഷമത്തിലും എനിക്ക് ബലമാണ്. അനാഥനായിട്ടുള്ള ഞാൻ സനാഥനായിക്കോളും, ദരിദ്രനായിട്ടുള്ള ഞാൻ സമ്പന്നനായിക്കോളും, അധീരനായിരിക്കണം ഞാൻ ധീരനായിക്കോളും. എനിക്കതൊന്നും വിഷയമല്ല. ആ ഭക്തി ഉണ്ടാവണം. ആ ഒരു ശരണാഗതി നമ്മളെ രക്ഷിക്കണു എന്നാണ് ഇവിടെ. ത്വാമേവ നിത്യമഗതി ശരണം ഗതാഭൂർ. അങ്ങേ ശരണം പ്രാപിച്ചു. അത് കാരണം രാജാവിനാൽ അനാദരിക്കപ്പെട്ടു. ശുചി കുറച്ച് കാണാൻ നല്ലവളാണ് എന്നുള്ളത് കൊണ്ടോ അറിയില്ല, സ്വാധീന ശക്തിയുണ്ട്. 2 സ്ത്രീകളുണ്ടെങ്കിൽ 2 സ്ത്രീകൾ ഒരേപോലെ ആവില്ല, 2 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികൾ ഒരേപോലെ ആവില്ലല്ലോ. എപ്പോഴും ഡിഫറൻ്റ് ആയിട്ടാണല്ലോ ദൈവം സൃഷ്ടിക്കുക. എന്ത് പറഞ്ഞാലും സുരുചി പറഞ്ഞതനുസരിക്കുക, സുരുചിയെ പേടിക്കുക. ഭയം കൂടി ഉണ്ടായിരുന്നു രാജാവിനെ എന്നാണ്. സ്ത്രീശക്തി അങ്ങനത്തെ ഒരു സംഭവമാണ് അല്ലേ. ഏത് DYSP ആയിക്കോട്ടെ, ഏത് ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോലീസ് ജനറൽ, സൂപ്രണ്ട് ഓഫ് പോലീസ് പറഞ്ഞ് ജനറലായിട്ടുള്ള എന്താ ഏറ്റവും ടോപ്പിന് എന്താ പറയുക, അയാളായിക്കോട്ടെ, അയാളായാലും കുഴപ്പമില്ല. ഭാര്യയുടെ മുമ്പിൽ വന്നാൽ അവിടുത്തെ കാര്യം നിശ്ചയിക്കേണ്ടത് അവരാവും എന്നുള്ള ആ ഒരു വിധേയത്വം വന്നാൽ പിന്നെ പേടിക്കുക. അതിനൊക്കെ നമ്മൾ പച്ച മലയാളത്തിൽ BP എന്ന് പറയും. ഭാര്യയെ പേടി, ഭർത്താവിനെ പേടിക്കുക തന്നെ പറയട്ടെ, രണ്ടും BP.
ബി പി വലിയൊരു ബി പി ആണ്, നമ്മൾ നോക്കണ ബി പി അല്ല അത്. അതെയോ അവൾക്ക് ബി പി ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അർത്ഥത്തിൽ തമാശയായിട്ട് പറയും. ഭാര്യയെ പേടി എത്ര കേമന്മാർക്ക് ഉണ്ടെന്ന് നിശ്ചയുണ്ടോ? ഒന്ന് കണ്ണ് ഉരുട്ടി വീഴിച്ചാൽ മൂത്രമൊഴിക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മൂത്രമൊഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയണോ രാത്രി. പല ആൾക്കാരും പല കേമന്മാരും ആണ് എന്നാണ്. അപ്പം അത്തരത്തിലുള്ള അനാദരത്വം വന്നു. ഈ സുനീതിക്കോ നേരെ തിരിച്ച് സുരുചി പറഞ്ഞതല്ലാണ്ട് അവിടെ നടക്കില്ല എന്നിങ്ങനെ വന്ന് സ്ത്രീക്കടിമപ്പെട്ട് താനപാതൻ കഴിഞ്ഞു കൂടുമ്പോഴാണ് ത്വാമേവ നിത്യമഗതി ശരണം ഗതോ പൂർത്തവേശ്വര, ഒരു വിഷമായാലും എൻ്റെ മനസ്സിന് എല്ലാം ഒരു ദിവസം തീർത്ത് തരണേ, അങ്ങല്ലാണ്ട് എനിക്ക് വേറെ യാതൊരു ആശ്രയവും ഇല്ല എന്നും പറഞ്ഞ് സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ ശരണം പ്രാപിച്ച് അവൾ ആശ്വാസം കണ്ടെത്തി എന്നും പറഞ്ഞ് കഥ തുടങ്ങിയിരിക്കുകയാണ്. ഉത്തമൻ്റെ കഥ, ധ്രുവൻ്റെ കഥ ഒക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് തുടർന്നുള്ളതായ ശ്ലോകങ്ങളെ കൊണ്ട്. ഉത്താനപാദ നൃപതേർ മനുനന്ദനസ്യ ജായ ബഭൂവ സുരുചിർ നിതരാമഭീഷ്ട അന്യ സുനീതിരിതി ഭർതൃ അനാദൃദാസ ത്വാമേവ നിത്യമഗതി ശരണംഗതാഭൂർ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.